SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ 48ാമത് ജില്ലാ സമ്മേളനത്തിന് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ ഉജ്ജ്വല തുടക്കം. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തിന് മുകളിലേക്ക് ആരും വളർന്നിട്ടില്ലെന്നും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സഞ്ജീവ് പറഞ്ഞു. മണ്ണാർക്കാട് നിന്ന് ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു, നോബഡി വിൽ ഫ്ലൈ ഓവർ ദ റെഡ് ഫ്ലാഗ് എന്നുള്ളതാണ് ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളും ഈ കൊടിക്ക് മുകളിലല്ല, ഈ കൊടിക്ക് മുകളിൽ ഒരാളെയും പറക്കാൻ അനുവദിച്ചിട്ടുമില്ല ഈ പ്രസ്ഥാനം എന്ന ഉത്തരവാദിത്വത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നന്നാകും. എന്താണ് നിങ്ങൾ സഹിച്ച ത്യാഗം, എന്താണ് നിങ്ങളുടെ ത്യാഗം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അത് കിട്ടിയില്ല, നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സഹിച്ച ത്യാഗം എന്താണെന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ രക്തസാക്ഷിത്വത്തിന് മുകളിലല്ലോ എന്ന ഉത്തരം നൽകാൻ ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള എല്ലാ ഇടതുപക്ഷ പ്രവർത്തകർക്കും ഈ നാട്ടിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. ഏറ്റവും അവസാനം വിഴുപ്പലക്കാൻ വന്നിറങ്ങുമ്പോൾ, നുണകളുടെ പേമാരി വന്നിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മണ്ണിൽ മരിച്ചുള്ള മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒറ്റുകാരുടെ പാതാളത്തിലേക്ക്, കരണ്ടിയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുന്ന നിമിഷവും ഈ കേരളം കാണുമെന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിലായി ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ചെങ്കൊടിക്ക് മുകളിൽ ഒരാൾ പോലുമില്ല, ഞാൻ മാത്രമാണ് സംഘടന എന്ന് കരുതുന്നത് മണ്ടന്മാരുടെ സ്വർഗരാജ്യത്തെ രാഷ്ട്രീയമാണ്. അത്തരക്കാർക്കുള്ള തിരിച്ചടി ജനങ്ങൾ നൽകും. പ്രസ്ഥാനത്തിന് മുകളിലേക്ക് ആരും വളർന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഇടതു മനുഷ്യർ ജീവിച്ചു മരിച്ച ഈ മണ്ണിൽ ഇടതല്ലാത്ത മനുഷ്യർ നമ്മോടൊപ്പം പുഴുക്കുത്തായി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ചെത്തിമാറ്റി മുന്നേറാനുള്ള സംഘടനാ ശേഷി നമുക്കുണ്ട്, സഞ്ജീവ് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ പ്രസ്ഥാനത്തിന്റെ മുകളിലേക്ക് ആരും വളർന്നിട്ടില്ല, പ്രസ്ഥാനത്തിന്റെ മുകളിലേക്ക് ഒരു മനുഷ്യനും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. മഹാനായ EMSന്റെ മണ്ണിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. EMS തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തന്റെ ജീവിതവും തന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തന്റെ ജീവിതത്തിലെ എല്ലാ സ്വത്തുവകകളും ഞാൻ ഈ പാർട്ടിക്കായി നൽകി. പക്ഷേ ഈ പാർട്ടി ജനങ്ങളുടേതാണ്, ഈ സംവിധാനം ജനങ്ങളുടേതാണ്, ഈ ബോധ്യം ജനങ്ങളുടേതാണ്. ആ ജനങ്ങളുടെ അഭിലാഷത്തിനെതിരെ ഞാൻ പ്രവർത്തിച്ചാൽ ഇവരെന്നെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് ഓർക്കേണ്ടവർ ഓർക്കുന്നതായിരിക്കും. സ്വാഭാവികമായും എല്ലാവർക്കും നല്ലത് ചെയ്യുക എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പവും ചിരുമണ്ടനും കുഞ്ഞമ്പു നായരും ഒക്കെയും തൂക്കുമരത്തിലേറിയത് ഈ സംഘടനയ്ക്ക് വേണ്ടിയാണ്. റോസനും ബാബുവും ശിവലാലും രാജീവനും അതും പുഷ്പനും ഉൾപ്പെടെയുള്ളവർ ഈ നാടിന് വേണ്ടി മരിച്ചു വീണതാണ്. ഈ നാടിന് വേണ്ടി മരിച്ചു വീണ മനുഷ്യരുടെ വേദനയറ്റ സ്വപ്നങ്ങൾക്കെതിരെയും അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയുമാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന ചോദ്യത്തിലേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ എത്ര സഹിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും യോഗ്യത തെളിയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആ സഹനമാണ്, ആ ത്യാഗമാണ്, ആ ത്യാഗനിർഭരമായ പോരാട്ടമാണ് മനുഷ്യർ നടത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട്ടെ സവിശേഷകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ഈ സമ്മേളനം കൂടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സവിശേഷകരമായ രാഷ്ട്രീയ സാഹചര്യത്തിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടത്, ഈ നാട്ടിൽ സാധാരണക്കാരനായ മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ അനേകായിരം മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ പട്ടിണി കിടന്നും കൊടിയ ദുരന്തം അനുഭവിച്ചും തന്റെ ജീവിതത്തിൽ തന്റെ വീട്ടിൽ മക്കൾക്ക് പോലും കൊടുക്കാൻ ഭക്ഷണമില്ലാതിരുന്ന കാലത്തും ഈ സംഘടനക്കും ഈ കൊടിക്കും വേണ്ടി പോരാടി മരിച്ച അനേകായിരം ആളുകളുടേതാണ് ഈ പാർട്ടിയും ഈ സംവിധാനവും. ഒറ്റുകാരുടേതല്ല, ചതിയന്മാരുടേതല്ല, വർഗവഞ്ചകരുടേതല്ലെന്ന് ഉച്ചരമായി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. VV അഭിഷേക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷാദുലി രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ജില്ലാ പ്രസിഡന്റ് അഭിഷേക് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കുങ്കുമവർണ്ണം വിതറുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും.
വിദ്യാർത്ഥികളുടെ ശബ്ദമിതാ, വിപ്ലവമായൊരു ശബ്ദമിതാ, തോക്കുകൾ തോറ്റൊരു ശബ്ദമിതാ, ജാതികൾ തോറ്റൊരു ശബ്ദമിതാ, ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, സ്വാതന്ത്ര്യം ജനാധിപത്യം, ജനാധിപത്യം സോഷ്യലിസം സിന്ദാബാദ്, ധീരരക്തസാക്ഷികളെ, നിങ്ങൾ ഉയർത്തിയ തൂവെള്ളക്കൊടി, നിങ്ങൾ ഉയർത്തിയ തൂവെള്ളക്കൊടി, നിങ്ങൾ ഉയർത്തിയ CCN മണ്ണാർക്കാട്.